ഡാൻസിന് പോയി കഴിഞ്ഞാൽ എല്ലാം ആവോ? ഈ പറയുന്ന ചിഞ്ചുറാണി പിന്നീട് ക്ഷമാപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചിഞ്ചുറാണി ഈ ഒരു പ്രസ്താവന നടന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് ചർച്ചാ വിഷയമായി മാറിയത്. ഇതിലിപ്പോ ആ കുട്ടിക്ക് സംഭവിച്ചത് ആ കുട്ടി ചെയ്തൊരു തെറ്റിന്റെ ഒരു ഫലം മാത്രമാണ്. ഷോക്കേറ്റുള്ള ഒരു മരണം ആയതുകൊണ്ടാണ് ഇത്രയും വിവാദമായത്. അല്ലായിരുന്നുവെങ്കിൽ ആരെ കുറ്റം പറയുമായിരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ ഗവൺമെന്റിനെ കുറ്റം പറയുന്നത്? സ്കൂളിൽ നടക്കുന്ന ഒരു തെറ്റ്, ഇത് സ്കൂളിന്റെ മാത്രം അനാസ്ഥയായിട്ട് അത് കുട്ടിയുടെ തെറ്റാണ്. കുട്ടി പറഞ്ഞാൽ അനുസരിച്ചില്ല, കുട്ടി മേൽക്കുരയുടെ മുകളിൽ കയറി എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും അവിടെ ഒരു ചോദ്യമുണ്ട്. ഇതിൽ കൂടുതൽ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ദാരുണ മരണത്തിന് ശേഷം നമ്മുടെ കേരള ജനത മൊത്തം വിലപിച്ചിരിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളൊരു മന്ത്രി CPMന്റെ കമ്മിറ്റി യോഗത്തിൽ സൂംബ ഡാൻസ് കളിച്ചിരിക്കുന്നു. അതും അത്രയും വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. ഇത് ശരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ മനസാക്ഷിയില്ലാത്ത പെരുമാറ്റമായിട്ട് തോന്നുന്നില്ലേ? ഇതിലിപ്പോ ആ കുട്ടിക്ക് സംഭവിച്ചത് ആ കുട്ടി ചെയ്തൊരു തെറ്റിന്റെ ഒരു ഫലം മാത്രമാണ്. ഈ പറയുന്ന കുട്ടിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ആ കുട്ടിയെ വിലക്കിയിരുന്നു. അതിന് മുകളിൽ കയറരുത്, ചെരുപ്പെടുക്കാൻ അങ്ങനെ കയറരുത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ആ കുട്ടി അത് കേൾക്കാതെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു മരണം സംഭവിച്ചത്. അത് പക്ഷെ ഷോക്കേറ്റുള്ള ഒരു മരണം ആയതുകൊണ്ടാണ് ഇത്രയും വിവാദമായത്. അതല്ല ആ കുട്ടി മുകളിൽ കയറി അവിടെ നിന്നും താഴേക്ക് ഉരുണ്ട് വീണ് മരണപ്പെടുകയായിരുന്നുവെങ്കിൽ നമ്മൾ ആരെ കുറ്റം പറയും? ആ കുട്ടി ചെയ്തൊരു തെറ്റിന്, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ പോയത് കൊണ്ടല്ലേ എന്ന് തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞ ചിഞ്ചുറാണി എന്ന മന്ത്രിയും ആ ഒരു സംഗമത്തിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വനിതകൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ പോയിട്ട് അവിടെ വെച്ച് ചോദിച്ച ചോദ്യവും KCBയുടെ പ്രശ്നമാണെന്ന് പറയുന്നത് ഷോക്കേറ്റത് കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ ആരെ കുറ്റം പറയുമായിരുന്നു? ഈ ലൈൻ സ്കൂളിന്റെ 1 മീറ്റർ മാത്രം, അത്രയും ഗ്യാപ്പ് കുറവാണ്. അതിന് താഴെ ഒരു സൈക്കിൾ ഷെഡാണെന്നാണ് പറയുന്നത്. ആരാണ് പെർമിഷൻ കൊടുത്തത് ഈ സൈക്കിൾ ഷെഡിൽ ഇത്രയും ലെങ്ത് കുറഞ്ഞ രീതിയിൽ ഈ ലൈൻ അതുവഴി പോകാൻ വേണ്ടിയിട്ട് ആരായിരിക്കും പെർമിഷൻ കൊടുത്തിട്ടുണ്ട്? ഇതിപ്പോ സമൂഹത്തിനൊരു ഉത്തരവാദിത്തമില്ലേ? സ്കൂളിനൊരു ഉത്തരവാദിത്തമില്ലേ? ഇത്രയും നാളുകളായിട്ടും ആ കുട്ടി വേറെ മറ്റൊരു കുട്ടികൾക്കും അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചില്ല. ഈ കുട്ടിക്ക് സംഭവിച്ചെങ്കിൽ ഈ കുട്ടി അങ്ങനെ കയറിയത് കൊണ്ടാണ്. കയറിയില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാനും ഒരു അമ്മയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി അയക്കുന്നത് കുഞ്ഞുങ്ങൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളാണവർ. ആ കുട്ടികളാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. കുഞ്ഞുങ്ങളാണ്. അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനും അവർക്ക് പറ്റുന്ന തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഇതിപ്പോ അതായത് എന്ത് സംഭവിച്ചാലും ഈ പറയുന്ന സ്കൂളുകൾക്ക്, അല്ലെങ്കിൽ ഗവൺമെന്റിന്, അല്ലെങ്കിൽ KCBക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രം കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഈ പറയുന്ന ചിഞ്ചുറാണി മാഡത്തിന്റെ വീടിന്റെ മുകളിലൂടെയാണ് ഇങ്ങനെ ഒരു ലൈൻ കമ്പി പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സ്കൂളില് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? സ്കൂളിൽ ഒരു കുട്ടിയല്ല പഠിക്കാൻ പോകുന്നത്. നമ്മൾ സ്കൂളിനെ വിശ്വസിച്ച് നമ്മുടെ പിഞ്ചോമനകളെ ഏൽപ്പിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾസ് ഉണ്ട്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണത്, ഇല്ലേ? ഒരു 500-ൽ താഴെയുള്ള കുട്ടികൾ ഉറപ്പായിട്ടും ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ അനാസ്ഥയല്ലേ? KCBയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അവരത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട എത്ര അധികൃതരുണ്ടാവും? ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ കണ്ണടച്ച് നോക്കി നിന്നത് കൊണ്ടിട്ടല്ലേ ഇന്നൊരു പിഞ്ച് ജീവൻ പൊലിയേണ്ടി വന്നത്? എന്ത് വിശ്വാസത്തിൽ നമ്മൾ സ്കൂളിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്കൂള് സംഭവിച്ച, അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ ഗവൺമെന്റിനെ കുറ്റം പറയുന്നത്? ഗവൺമെന്റിന്റെ അനാസ്ഥയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ KCBനെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ്? സ്കൂളിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്കൂളുകാരാണത് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും സ്കൂളുകാരല്ല, ഒരിക്കലും ഇത് മാറ്റിയിടാൻ വേണ്ടി സ്കൂളുകാർ പറഞ്ഞെങ്കിൽ മാത്രമാണ് KCB അറിയുള്ളൂ, അതിൽ മാത്രമാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് അറിയുള്ളൂ. അല്ലാതെ ഒരു ഗവൺമെന്റിന്റെ മന്ത്രിക്ക് നേരെ പോയി ഓരോ സ്കൂളുകളും പോയി നോക്കിക്കൊണ്ട് അത് തിരുത്താനായിട്ട് ആർക്കും സാധിക്കില്ല. സ്കൂൾ ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ പ്രശ്നമാണെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മൾ തന്നെ പോയി KCBയിൽ അറിയിച്ചെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ലൈൻ കമ്പി ആണെങ്കിൽ എന്താണെങ്കിലും മാറ്റുള്ളൂ. ഇപ്പോ ഈ KCB എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ താഴെയുള്ള ഒരു സ്ഥാപനം തന്നെയല്ലേ? ഈ KCBയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ആയിട്ടുള്ള ടൈം ലിമിറ്റിനുള്ളിൽ ആ ഒരു സൊല്യൂഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? ലോക്കലി ഉള്ള കൗൺസിലറെയോ MLAയോ നമ്മൾ ഈ കാര്യങ്ങൾ ധരിപ്പിക്കും എന്നുള്ളതാണ്. അതിനുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള
ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നടക്കുന്ന ഒരു തെറ്റ് ഇത് സ്കൂളിന്റെ മാത്രം അനാസ്ഥയായിട്ട് ഒരു ഭാരതീയനും അത് തോന്നില്ല. ഇത് സ്കൂളിന്റെ മാത്രം അനാസ്ഥയാണെന്ന് തോന്നും. കാരണം നമ്മളിപ്പോ ഈ പറയുന്ന ലോജിക്കലി ചിന്തിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ സ്കൂളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ മേൽക്കൂര ഇപ്പൊ ഈ പറഞ്ഞ ലൈൻ കമ്പി അല്ലെ ഇപ്പൊ ഓട് പൊട്ടിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ സ്കൂളുകാർക്കാണ് അറിയുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത്. ഒരിക്കലും KSEBക്കോ ഗവൺമെന്റിന് അത് അറിയാൻ സാധിക്കില്ല. കുട്ടി അതിന്റെ മേളിൽ കയറി എന്ന് തന്നെ ഇരിക്കട്ടെ, അത് കുട്ടിയുടെ തെറ്റാണ്. കുട്ടി പറഞ്ഞാൽ അനുസരിച്ചില്ല, കുട്ടി മേൽക്കൂരയുടെ മുകളിൽ കയറി എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും അവിടെ ഒരു ചോദ്യമുണ്ട്. ഇതിന്റെ ഹൈറ്റ്, ഈ ഇത്രയും വോൾട്ട് പോകുന്ന ഒരു ലൈൻ കമ്പി എത്ര ഡിസ്റ്റൻസിലായിരിക്കണം എന്നുള്ളതിനൊരു അളവില്ലേ, കണക്കില്ലേ? അപ്പൊ അതാരാണ് ലംഘിച്ചിട്ടുണ്ടാവുക? സ്കൂളിലുള്ള പ്രിൻസിപ്പൾ ആയിരിക്കില്ലല്ലോ ആ ലൈൻ കമ്പി ഇട്ടിട്ടുണ്ടാവുക. അല്ല, പക്ഷേ ഇത്രയും നാളുകളായിട്ടും അങ്ങനെ ഒരു ലൈൻ കമ്പിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സ്കൂൾ അധികൃതർ അറിഞ്ഞില്ലേ? അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർക്ക് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണല്ലോ ഗവൺമെന്റ് അവരെ സസ്പെൻഡ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് തന്നെയാണ് അനാസ്ഥ എന്ന് പറയുന്നത്? ഗവൺമെന്റ് അവരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ടിട്ടായോ? ഇപ്പൊ ഒരു ഡോക്ടർക്ക് അനാസ്ഥ പറ്റിയിട്ട് നേഴ്സിനെ സസ്പെൻഡ് ചെയ്താൽ മതിയോ? അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പറയുന്ന കുട്ടിക്ക് വേണ്ടി 3 ലക്ഷം രൂപ ധനസഹായം മന്ത്രി ഡാൻസിന് പോയി കഴിഞ്ഞാൽ എല്ലാം ആവോ? ഈ പറയുന്ന മന്ത്രി സൂംബ ഡാൻസിന് പോയ കാര്യം പറയുന്നുണ്ട്. CPI ഇതിനു മുൻപ് ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ തീരുമാനിച്ച ഒരു പരിപാടി, അല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്തൊരു പരിപാടി, അതിനുവേണ്ടി ഈ പറയുന്ന സൂംബ ഡാൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവത്തിൽ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നത്. എന്ന് കരുതി ഇവർ ചെയ്ത പരിപാടി മാറ്റിവെക്കാൻ സാധിക്കില്ലല്ലോ. ഇവർ തീരുമാനിച്ച ഒരു പരിപാടി എങ്ങനെ മാറ്റിവെക്കും? തീരുമാനിച്ച പരിപാടികൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറയുന്നില്ല എന്ന് പറഞ്ഞില്ലേ? കേരളക്കരയാകെ ഇത്രയും വിലാപത്തിലിരിക്കുന്ന സമയത്ത് പോലും ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രസ്താവന നടത്താൻ വേണ്ടിയിട്ട് ആ കൊല്ലം ജില്ലയിലെ തന്നെ മന്ത്രിയായിട്ടുള്ള ചിഞ്ചു റാണി മാഡത്തിന് എങ്ങനെയാണ് സാധിച്ചതെന്നാണ് എനിക്ക് അത്ഭുതം. ഈ പറയുന്ന ചിഞ്ചു റാണി പിന്നീട് ക്ഷമാപണമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ആ പറഞ്ഞ പ്രസ്താവന തെറ്റിപ്പോയി, അല്ലെങ്കിൽ ആ പ്രസ്താവന പറഞ്ഞ രീതി മാറിപ്പോയി എന്നുള്ളത് അവർ പറഞ്ഞു. ഇതേ പ്രസ്താവന തന്നെയാണ് ഈ പറയുന്ന മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടി തെറ്റ് ചെയ്തു, ആ കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്, കുട്ടിയുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റുള്ളത് എന്നല്ല, ആ കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്. അതല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ആ കുട്ടിയെ ചെയ്തത് തെറ്റ് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചു പോയി നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന വേദനിക്കുന്ന ജനതകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ട്. പക്ഷേ അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം. ചിഞ്ചു റാണിയും പറഞ്ഞത് അത് തന്നെയാണ്. കുട്ടിയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് അവർ ക്ഷമാപണം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിലാണ് തെറ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്, എനിക്കും വളരെയധികം വേദനയുണ്ട് എന്ന് പറഞ്ഞ് അവർ ക്ഷമാപണം നടത്തുകയും പിന്നീട് അതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ നമുക്കറിയാം കൊല്ലത്ത് ഈ ഒരു വ്യക്തി മാത്രമല്ല മന്ത്രിയായിട്ടുള്ളൂ, മറ്റു പല മന്ത്രിമാരുണ്ട്. അവരെല്ലാവരും എന്താ ചെയ്യുന്നതെന്നും നമ്മൾ ആരും അന്വേഷിച്ചു പോയിട്ടില്ല. ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ ഒരു ചിഞ്ചു റാണി ഇതിന് വേണ്ടിയിട്ട് സംസാരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന നടന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് ചർച്ചാ വിഷയമായി മാറിയത്. ഈ പറയുന്ന ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മരണപ്പെട്ടു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കുട്ടിയുടെ വീട്ടുകാർക്ക് വേണ്ടി 3 ലക്ഷം രൂപ ധനസഹായം നൽകുകയും കൂടാതെ ഈ കുട്ടിയുടെ സഹോദരന് +2 വരെ വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ചെലവും ഇല്ലാതെ സർക്കാർ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ അധികൃതരുടെ ഒരു തെറ്റ്, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണമായിരുന്നു. ഏതൊരു സ്കൂളാണെങ്കിലും, ഇപ്പോൾ ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് സ്കൂളായാലും, പഠിക്കുന്നത് 500 അല്ലെങ്കിൽ 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഈ പറയുന്ന സുരക്ഷാ വീഴ്ചകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഓരോ സ്കൂളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഇനി ഈ പറയുന്നതുപോലെ സ്കൂളിന്റെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ അശ്രദ്ധ മൂലം മറ്റൊരു കുഞ്ഞിനും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.